ഹോളിക്കായി യു.പിയിലെ മുസ്ലിം പള്ളികൾ മൂടുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തർക്ക് വിശ്രമ കേന്ദ്രമാകുന്ന ഒരു പള്ളിയുണ്ട് തിരുവനന്തപുരത്ത്. മണക്കാട് ജുമാ മസ്ജിദ് പള്ളി. മതസൗഹാർദ്ദത്തിന്റെ കേരള മോഡൽ എന്താണെന്ന് ഉറക്കെ ലോകത്തോട് വിളിച്ചു പറയാൻ ഇതുപോലെ മനോഹരമായ മറ്റെന്തുണ്ട്? ഒരു റിപ്പോർട്ടിലേക്ക്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ മുസ്ലിം പള്ളികൾ ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയെന്ന വാർത്തകൾ പുറത്തുവരുന്ന അതേ ദിവസങ്ങളിൽ തന്നെയാണ് ഇങ്ങ് കേരളത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തർക്ക് വിശ്രമ കേന്ദ്രമായി ഒരു മുസ്ലിം പള്ളി മാറുന്നത്. ഇത് കേരളമാണ്. വീണ്ടും അഭിമാനത്തോടെ തന്നെ നമുക്കും പറയാം. ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ 60ഓളം മുസ്ലിം പള്ളികൾ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൂടിയത് പള്ളി കമ്മിറ്റിക്കാരല്ല, ഭരണകൂടം തന്നെയാണ്. പള്ളികൾക്ക് നേരെ അതിക്രമം നടക്കുന്നതിനെ തടയേണ്ടതിന് പകരം പള്ളികൾ തന്നെ ഷീറ്റിട്ട് മൂടുകയാണ് സർക്കാർ ചെയ്തത്. അത് മാത്രമല്ല, ഹോളി ദിവസം മുസ്ലിങ്ങൾ ഹിജാബിന് പകരം ടാർപോളിൻ ഷീറ്റ് ധരിച്ചാൽ മതിയെന്നായിരുന്നു BJP നേതാവ് രഘുരാജ് സിംഗിന്റെ പരിഹാസം. രാമനവമി ആഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ഹിന്ദുത്വ തീവ്രവാദികളുടെ ആക്രമണം ഭയന്ന് ഹൈദരാബാദിലെ മസ്ജിദുകളും ദർഗകളും തുണി ഉപയോഗിച്ച് മറച്ചതായുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഹൈന്ദവാഘോഷങ്ങളുടെ ഭാഗമായ ഘോഷയാത്രകൾ കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ മുസ്ലിം ആരാധനാലയങ്ങൾ മൂടിവെക്കുന്നത് ഈയിടെ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും പതിവ് കാഴ്ചയാവുകയാണ്. അവിടെയാണ് മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും കേരളീയ മാതൃക രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തർക്ക് വിശ്രമ കേന്ദ്രമാകുന്ന ഒരു പള്ളിയാണ് തിരുവനന്തപുരത്തുള്ളത്. മണക്കാട് ജുമാ മസ്ജിദ് പള്ളി. മത സൗഹാർദ്ദത്തിന്റെ കേരള മോഡൽ എന്താണെന്ന് ഉറക്കെ ഈ ലോകത്തോടെ വിളിച്ചു പറയാൻ ഇതുപോലെ മനോഹരമായ മറ്റെന്തുണ്ട്? പൊങ്കാലയ്ക്കായി മണക്കാട് ഭാഗത്ത് തടിച്ചുകൂടുന്ന ഭക്തർക്ക് 15 വർഷത്തോളമായി ആതിഥേയത്വം വഹിക്കുന്നുണ്ട് മണക്കാട് വലിയ പള്ളി. ഈ നോമ്പുകാലത്തും ആ പതിവ് തെറ്റിയില്ല. പള്ളിയുടെ ചുറ്റുമുള്ളത് ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ സ്ത്രീകളാണ്. പൊങ്കാല അർപ്പിക്കാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ സകലരും റെഡി. ഭക്ഷണം, വെള്ളം, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം, പാർക്കിംഗ് ഏരിയ, ആംബുലൻസ് സേവനം തുടങ്ങി എല്ലാ സജ്ജീകരണങ്ങളും പള്ളി ഒരുക്കിയിരുന്നു. മതത്തിനതീതമായി എല്ലാവരും മനുഷ്യരാണ് എന്ന തിരിച്ചറിവിന്റെ സൗഹൃദ ഇടമായി പൊങ്കാല നാളിൽ ഇവിടം മാറി. ആഘോഷങ്ങൾ എന്നാൽ സൗഹൃദങ്ങളുടെ പങ്കുവയ്ക്കൽ കൂടിയാണ്. രാജ്യത്ത് ചിലയിടങ്ങളിലെങ്കിലും ആഘോഷ നാളുകളിൽ പോലും ഇതര മത വിദ്വേഷം തിളച്ചുമറിയുന്ന കാലത്ത് മണക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രതിനിധികളെ അഭിനന്ദിക്കാതെ വയ്യ. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.